ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അബ്സ്ട്രാക്ട് ക്ലാസ്സസിനെ പറ്റിയാണ്. ആൻഡ് ലെറ്റ് മീ ക്രിയേറ്റ് എ ന്യൂ ഫയൽ ഹിയർ. അബ്സ്ട്രാക്ട് എന്ന് പറഞ്ഞത് പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ആൻഡ് ബിഫോർ സ്റ്റാർട്ടിങ് ദിസ് ലെറ്റ് മീ എക്സ്പ്ലെയിൻ വാട്ട് ഈസ് ആക്ച്വലി അബ്സ്ട്രാക്ട് ക്ലാസ്സസ് ആർ. അബ്സ്ട്രാക്ട് ക്ലാസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്ക് ആക്ച്വലി എന്ത് ചെയ്യണം? നമുക്കൊരു കോമൺ സ്ട്രക്ചർ എന്ത് ചെയ്യണം? ഡിഫൈൻ ചെയ്യണം. ലൈക്ക് ഇങ്ങനെ ഒരു കോമൺ സ്ട്രക്ചർ നമുക്ക് ഡിഫൈൻ ചെയ്യണം. ദെൻ അതേപോലെ നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യുന്നില്ല, വി ആർ നോട്ട് ഗിവിങ് എനി ഫുൾ ഇംപ്ലിമെൻറ്റേഷൻ എന്ത് ചെയ്യുന്നില്ല, പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇതൊക്കെ എന്താണെന്ന് ഞാൻ പറയാം. ദെൻ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ ഗോ വിത്ത് അബ്സ്ട്രാക്ട് ക്ലാസ്. അബ്സ്ട്രാക്ട് ക്ലാസ് എന്ന് പറയുന്നത്, ആൻഡ് വി ക്യാൻ യൂസ് എ കീവേഡ് അബ്സ്ട്രാക്ട്. ഒരു ക്ലാസ്സിൻ്റെ മുന്നിൽ നിങ്ങൾക്ക് അബ്സ്ട്രാക്ട് എന്നുള്ള കീവേഡ് ഉപയോഗിച്ചാൽ അതെന്തായി മാറും? അബ്സ്ട്രാക്ട് ക്ലാസ് ആയി മാറും. അപ്പോൾ അബ്സ്ട്രാക്ട് ക്ലാസ്സസ് ആർ ആക്ച്വലി ക്ലാസ്സസ് ദാറ്റ് കനോട്ട് ബി ഇനീഷ്യലൈസ്ഡ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇനീഷ്യലൈസ് ചെയ്യാൻ പറ്റില്ല. യു കനോട്ട് ഇനീഷ്യലൈസ്. ദാറ്റ് മീൻസ് ഇതിൻ്റെ ഒബ്ജക്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? You can't create object of an abstract class. Okay, then അതേപോലെ it is used to define the behavior of a class that can be inherited by other class. പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന അറിയോ? ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻഹെറിറ്റ് ചെയ്തിട്ട് ചൈൽഡ് ക്ലാസ് ഉണ്ടാക്കാം. You can create child class. Okay, then ചൈൽഡ് ക്ലാസ്സിൻ്റെ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഇത് ഒബ്ജക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ അബ്സ്ട്രാക്ട് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി നമ്മൾ ഉപയോഗിക്കുന്ന കീവേഡ് ആക്ച്വലി അബ്സ്ട്രാക്ട് എന്നുള്ള കീവേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വി ആർ ആക്ച്വലി ക്രിയേറ്റിംഗ് അബ്സ്ട്രാക്ട് ക്ലാസ്സസ്. ഓക്കെ, സോ ഐ നോ പ്രത്യേകിച്ച് ധാരണ കിട്ടിയിട്ടുണ്ടായിരിക്കില്ല, എന്നാലും ഞാൻ എന്ത് ചെയ്യാം, ഒന്നുകൂടി പറയാം. അബ്സ്ട്രാക്ട് ക്ലാസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത്, വി ക്യാൻ യൂസ് എ കീവേഡ് അബ്സ്ട്രാക്ട് എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, എനിക്ക് ഇങ്ങനെ ഒരു കാര്യമുണ്ട്. അബ്സ്ട്രാക്ട് എന്നുള്ള കീവേഡ് ഉപയോഗിച്ച് ഞാൻ എന്ത് ചെയ്തു? ഒരു ക്ലാസ് ഡിഫൈൻ ചെയ്യാണ്. ഐ ഹാവ് എ ക്ലാസ് കോൾഡ് ഷേപ്പ് എന്ന് പറയുന്ന ക്ലാസ് ഉണ്ട്. ഓക്കെ, ദെൻ നോർമലി നമുക്ക് എന്തുണ്ടായിരിക്കും? അബ്സ്ട്രാക്ട് ക്ലാസ്സിനകത്ത് എന്തുണ്ടായിരിക്കും അറിയോ? അബ്സ്ട്രാക്ട് മെത്തേഡ് ഉണ്ടായിരിക്കും. ഓക്കെ, ആൻഡ് അബ്സ്ട്രാക്ട് ക്ലാസ്സസിൻ്റെ ഒബ്ജക്റ്റ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ നോക്കിക്കോ, ഇപ്പോൾ ഞാൻ ഈ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. നേരത്തെ ഈ കീവേഡ് ഇല്ലായിരുന്നു എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാനിവിടെ ഒരു മെയിൻ ഫംഗ്ഷൻ എഴുതി എന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഐ ക്യാൻ ക്രിയേറ്റ് ഷേപ്പ് എസ് ഈക്വൽ ടു ഷേപ്പ് എന്ന് എഴുതിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? യു ക്യാൻ ക്രിയേറ്റ് ആൻ ഇൻസ്റ്റൻസ് ഓഫ് ദിസ് തിങ്. ഓക്കെ, പക്ഷേ ഞാനിവിടെ അബ്സ്ട്രാക്ട് എന്നുള്ള കീവേഡ് എഴുതുന്നതോടുകൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? Abstract classes can't be instantiated. That means you cannot create an instance of this abstract class. Abstract classes-ൻ്റെ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പിന്നെ നമ്മൾ എന്തിനാണ് ഇത് ഉപയോഗിക്കുക? നമ്മളിത് ഉപയോഗിക്കുന്നത് ആസ് എ ബ്ലൂ പ്രിൻറ്റ് പോലെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ടെംപ്ലേറ്റ് പോലെയാണ് ആക്ച്വലി നമ്മളിത് ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് എന്തുണ്ടായിരിക്കുന്നത് അറിയോ? അബ്സ്ട്രാക്ട് മെത്തേഡ്സ് ഉണ്ടായിരിക്കും. ഇവിടെ നമുക്ക് അബ്സ്ട്രാക്ട് മെത്തേഡ്സ് ഉണ്ടായിരിക്കും. അബ്സ്ട്രാക്ട് മെത്തേഡ്സ് എന്ന് പറയുന്നത് ആക്ച്വലി ഫങ്ഷൻസ് തന്നെയാണ്, അല്ലെങ്കിൽ മെത്തേഡ്സ് ആണ്. പക്ഷേ എന്തുണ്ടായിരിക്കില്ല അറിയോ? അതിന് നോ ബോഡി പാർട്ട്, അല്ലെങ്കിൽ ഫങ്ഷൻ ബോഡി ഉണ്ടായിരിക്കില്ല. ഓക്കെ, ദെൻ ഇത് കൂടാതെ ഇതിനകത്ത് നോർമൽ മെത്തേഡ്സും ഉണ്ടാവും. അതായത് നോർമൽ മെത്തേഡ്സിനകത്ത് ഉണ്ടായിരിക്കും, നോർമൽ ക്ലാസ് പോലെ നോർമൽ വേരിയബിൾസും എന്തുണ്ടായിരിക്കും? നോർമൽ വേരിയബിൾസ് ഓർ പ്രോപ്പർട്ടീസും ഇതിനകത്ത് ഉണ്ടായിരിക്കും. പക്ഷേ അബ്സ്ട്രാക്ട് ക്ലാസ്സിനകത്ത് എന്തുണ്ടായിരിക്കും? അബ്സ്ട്രാക്ട് മെത്തേഡ് ഉണ്ടായിരിക്കും. ഒരു എക്സാമ്പിൾ എഴുതിയാൽ, ഞാനിവിടെ ഒരു ക്ലാസ് എഴുതി വെച്ചിട്ടുണ്ട് ഷേപ്പ് എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഞാനിവിടെ ഒരു മെത്തേഡ് എഴുതുകയാണ്. എനിക്ക് ഏരിയ കാണണം, ഡബിൾ ഏരിയ എന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്തു? ഇവിടെ ഒരു മെത്തേഡ് എഴുതി. ഞാൻ ഇങ്ങനെ എഴുതി വെച്ചു. നോർമലി നമ്മളുടെ മെത്തേഡിന് എന്ത് കാണും? ബോഡി കാണും. പക്ഷേ ഇവിടെ ദർ ഇസ് നോ ബോഡി. ഇവിടെ എന്തില്ല? ദിസ് ഈസ് ആൻ ആക്ച്വൽ, ഇതിനെ വിളിക്കുന്നത്, ഇതൊരു അബ്സ്ട്രാക്ട് മെത്തേഡാണ്. അബ്സ്ട്രാക്ട് മെത്തേഡ്. അതിൽ എന്തുണ്ടായിരിക്കില്ല? ഇംപ്ലിമെൻറ്റേഷൻ ഉണ്ടായിരിക്കില്ല. നോ ഇംപ്ലിമെൻറ്റേഷൻ. ഇതിനകത്ത് ഇംപ്ലിമെൻറ്റേഷൻ ഉണ്ടായിരിക്കില്ല. ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഈ ബോഡിയാണ്, അതിനാണ് നമ്മൾ ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇംപ്ലിമെൻറ്റേഷൻ ഉണ്ടായിരിക്കില്ല. ഈ ഇംപ്ലിമെൻറ്റേഷൻ എവിടെ ആയിരിക്കും ഉണ്ടാവുക അറിയോ? ഇതിൽ നിന്നും ഡിറൈവ് ചെയ്യുന്ന ചൈൽഡ് ക്ലാസ്സിലായിരിക്കും ഈ ഇംപ്ലിമെൻറ്റേഷൻ ഉണ്ടായിരിക്കുക. ഓക്കെ, ലെറ്റ് മീ ക്രിയേറ്റ് സം ചൈൽഡ് ക്ലാസ്സസ്. ഫോർ എക്സാമ്പിൾ, എനിക്ക് എന്ത് ചെയ്യണം? എനിക്ക് ഫസ്റ്റ് ഞാൻ എഴുതാൻ പോകുന്നത് ക്ലാസ്
I have a class called circle that extends from your shape class, shape class. ഓക്കെ, ഇങ്ങനെ ഞാൻ എഴുതി. ഇവിടെ നോക്ക്, ഇവിടെ ഞാൻ എനിക്ക് എന്ത് ചെയ്യണം, എനിക്കിതിൻ്റെ റേഡിയസ് വേണമല്ലോ ഏരിയ കാണണമെങ്കിൽ. അപ്പോൾ ഞാൻ ഡബിൾ റേഡിയസ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ഐ ക്യാൻ കോൾ ദ കൺസ്ട്രക്ടർ സർക്കിൾ എന്ന് എഴുതിയിട്ട് ദിസ് ഡോട്ട് റേഡിയസ് കോൾ ചെയ്തു, പുട്ട് എ സെമി കോളൺ. ദെൻ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, അറ്റ് ഓവർ റൈഡ് ഉപയോഗിച്ചു. ഓക്കെ, ആൻഡ് ഡോണ്ട് വറി, അറ്റ് ഓവർ റൈഡ് ഉപയോഗിക്കാം നമുക്ക്. ഇവിടെ കണ്ടോ, ദർ ഈസ് എൻ എറർ. ഇവിടെ കണ്ടില്ലേ, യു ഹാവ് എ മിസ്സിംഗ് കോൺക്രീറ്റ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഷേപ്പ് ഡോട്ട് ഏരിയ എന്ന് കാണാം. ദാറ്റ് മീൻസ് യു ഹാവ് എ മെത്തേഡ്, അബ്സ്ട്രാക്ട് മെത്തേഡ് ഇൻ യുവർ അബ്സ്ട്രാക്ട് ക്ലാസ്. അതിൽ നിന്നും നിങ്ങളൊരു ചൈൽഡ് ക്ലാസ് ഉണ്ടാക്കുമ്പോൾ മസ്റ്റായിട്ടും എന്ത് വേണം, യു മസ്റ്റ് ഇംപ്ലിമെൻറ്റ് ദിസ് തിങ് ഇൻ യുവർ ചൈൽഡ് ക്ലാസ്. ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ഇവിടെ ഇല്ല എന്ന് വെച്ചാൽ അതിന് ബോഡി ഇവിടെ എഴുതിയിട്ടില്ല, ജസ്റ്റ് ആ ഫങ്ഷൻ മാത്രമേ എഴുതിയിട്ടുള്ളൂ. നിങ്ങൾക്ക് ഏത് കോണ്ടെക്സ്റ്റിൽ എങ്ങനെയാണോ അത് ബിഹേവ് ചെയ്യേണ്ടത് അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ബിഹേവിയർ എഴുതാം. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോളിമോർഫിസം മനസ്സിൽ ഓർമ്മ വരണം. നിങ്ങൾക്ക് ഒരു പാരൻറ്റ് ക്ലാസ്സിലുള്ള ഒരു മെത്തേഡ് ഡിഫറെൻറ്റ് ചൈൽഡ് ക്ലാസ്സിൽ ഡിഫറെൻറ്റ് ബിഹേവിയർ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, അറ്റ് ഓവർ റൈഡ് ഉപയോഗിക്കണം. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് സിമ്പിളാണ്, ഇവിടെ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഇതിനകത്ത് ക്രിയേറ്റ് വൺ മിസ്സിംഗ് ഓവർ റൈഡ് എന്നുണ്ടായിരിക്കും, അത് എഴുതുക. നൗ യു വിൽ ഗെറ്റ് ദാറ്റ് മെത്തേഡ് ഹിയർ. ഇവിടെ കണ്ടില്ലേ, അറ്റ് ഓവർ റൈഡ്. ആൻഡ് ഇതെന്തായിരിക്കും ചെയ്യേണ്ടി വരിക, ദിസ് ഈസ് ഗോയിങ് ടു റിട്ടേൺ റേഡിയസ് ഓഫ് എ, അല്ലെങ്കിൽ ഏരിയ ഓഫ് എ സർക്കിൾ എന്ന് പറയുന്നത് എന്ത് ചെയ്യണം, ഇറ്റ് ഈസ് പൈ ആർ സ്ക്വയർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, 3.14 ഇൻറ്റു റേഡിയസ് സ്റ്റാർ, ഇറ്റ്സ് ആക്ച്വലി സ്റ്റാർ റേഡിയസ് സ്റ്റാർ റേഡിയസ് സ്റ്റാർ റേഡിയസ്. ഓക്കെ, ഇതേപോലെ എഴുതി. ഇനി നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് അടുത്ത ക്ലാസ് എഴുതണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, സർക്കിൾ ക്ലാസ്സിൻ്റെ താഴെ വന്നിട്ട്, ആൻഡ് ഐ തിങ്ക് ദിസ് ഈസ് എ സർക്കിൾ ക്ലാസ്, ഇതിൻ്റെ താഴെ വന്നിട്ട് ഐ ക്യാൻ ഹാവ് എ ക്ലാസ് കോൾഡ്, വേറൊരു ക്ലാസ് എഴുതാം, റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞൊരു ക്ലാസ് എഴുതി, റെക്റ്റാങ്കിൾ ദാറ്റ് എക്സ്റ്റെൻഡ്സ് ഫ്രം ഷേപ്പ് എന്ന് പറഞ്ഞ ക്ലാസ്സിലാണ്, SHAP ഷേപ്പ്. ഇവിടെയും നിങ്ങൾക്ക് മിസ്സിംഗ് കോൺക്രീറ്റ് ഇംപ്ലിമെൻറ്റേഷൻ ഉണ്ടായിരിക്കും. റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണണം. ഏരിയ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, ഇവിടെ നമ്മൾ കോൾ ചെയ്ത ഏരിയ ആണ്. റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണണമെങ്കിൽ നമുക്ക് ഒബ്വിയസ്ലി നമുക്ക് ഹൈറ്റും വിഡ്ത്തും വേണം. ഡബിൾ യു ക്യാൻ ഹാവ് ഹൈറ്റ് കോമ വിഡ്ത്ത്. ഓക്കെ, ദെൻ കോൾ ദ റെക്റ്റാങ്കിൾ കൺസ്ട്രക്ടർ this dot height comma this dot width. Okay, put a semicolon, and the missing thing is that implementation abstract method implement ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് എന്ത് ചെയ്യും, വൺ കോൺക്രീറ്റ് ഇംപ്ലിമെൻറ്റേഷൻ എന്ന് കാണാം. ഓക്കെ, ആൻഡ് ഇവിടെ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ വന്നിട്ട് നീളം ഇൻറ്റു വീതി ആയിരിക്കും ഇത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഹൈറ്റ് സ്റ്റാർ വിഡ്ത്ത്. ഓക്കെ, ആൻഡ് ഇതാണ് എന്ത്, പോളിമോർഫിസം എന്ന് പറയുന്നത്. ഇനി നമ്മളിതിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു, ഷേപ്പ് എന്ന് പറയുന്ന ടൈപ്പിലുള്ള S1 ക്രിയേറ്റ് ചെയ്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, ഇറ്റ് ഈസ് ആക്ച്വലി എ സർക്കിൾ. ഓക്കെ, നൗ യു ഹാവ് ടു പാസ് ദ റേഡിയസ്. ഞാൻ 2 പാസ് ചെയ്തു, നേരത്തെ പോളിമോർഫിസം ചെയ്ത പോലെ. അടുത്തത് ഷേപ്പ് ടൈപ്പിലുള്ള S2 ക്രിയേറ്റ് ചെയ്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു റെക്റ്റാങ്കിൾ ആണ്. അപ്പോൾ നമുക്ക് ഹൈറ്റ് ചോദിച്ചു, ഹൈറ്റ് 4 വിഡ്ത്ത് 4. ഓക്കെ, ഹൈറ്റ് 4 വിഡ്ത്ത് 4 ഞാൻ കൊടുത്തു. ആൻഡ് ഇമാജിൻ ദാറ്റ് ഈസ് ഇൻ സെൻറ്റിമീറ്റേഴ്സ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ ഒന്ന് ഞാൻ റൺ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ആക്ച്വലി ഗെറ്റ്, ഇവിടെ നമ്മൾ റിട്ടേൺ ചെയ്യുന്നുള്ളൂ. ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, വാല്യൂ പാസ് ചെയ്തിട്ടുള്ളൂ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പ്രിൻ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, പ്രിൻ്റ് S1 ഡോട്ട് ഏരിയ കോൾ ചെയ്തു. അപ്പോൾ അത് ആ രീതിയിൽ ബിഹേവ് ചെയ്യും. ഇവിടെ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, S2 ഡോട്ട് ഏരിയ കോൾ ചെയ്തു. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു, ആ രീതിയിൽ എന്ത് ചെയ്യും, ബിഹേവ് ചെയ്യും. നൗ യു വിൽ ഗെറ്റ് 2 values actually. I think the file is abstract.dart abstract.dart.
void ഇവിടെ shape. What is the issue? Import. Okay, ഇവിടെ ഒരു ആവശ്യമില്ലാത്ത ഇമ്പോർട്ട് ഉണ്ട്. Okay, remove that. Now we'll get the values here. Okay, അപ്പോൾ ഇതാണ് ആക്ച്വലി എന്ത് പോളിമോർഫിസം എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യം അബ്സ്ട്രാക്ട് ക്ലാസ്സസ് ആക്ച്വലി എന്തായിരിക്കും, ഇറ്റ് ആക്ട് ആസ് ലൈക്ക് എ എന്തായിരിക്കും ഒരു ബ്ലൂ പ്രിൻ്റ് പോലെ ഒരു കോമൺ സ്ട്രക്ചറാണ്. പോളിമോർഫിസം ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അതിലുള്ള അബ്സ്ട്രാക്ട് മെത്തേഡ് നിങ്ങൾക്ക് എങ്ങനെ ബിഹേവ് ചെയ്യുമെന്ന് എഴുതാം. ഇത് നമ്മൾ ആക്ച്വലി കാണുന്നതാണ്. നമ്മളിപ്പോൾ ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിൽ വന്നു കഴിഞ്ഞാൽ ഇത് നമ്മൾ ആസ് എ ഫ്ലട്ടർ ഡെവലപ്പർ നമ്മളിത് എപ്പോഴും കാണുന്നൊരു കാര്യമാണ് എന്ത്, ഈ അബ്സ്ട്രാക്ട് മെത്തേഡ്സും അബ്സ്ട്രാക്ട് ക്ലാസ്സും ഒക്കെ. അപ്പോൾ ഇത് ബിഹൈൻഡ് ദ സീൻ നമ്മൾ എഴുതുന്ന കോഡിൻ്റെ ബിഹൈൻഡ് ദ സീൻ വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾസ് ആക്ച്വലി ഇതാണ്. ഫോർ എക്സാമ്പിൾ ഇവിടെ വന്നിട്ട് ഞാൻ ഈ ഒരു ഫയലിൽ വന്നിട്ട് ഓക്കെ ഇവിടെ വന്നിട്ട് ലെറ്റ് മീ ക്രിയേറ്റ് എ ന്യൂ ഫയൽ ഹിയർ ആൻഡ് ന്യൂ ഓക്കെ ഓൾറെഡി എനിക്കൊരു പേജ് ഉണ്ട് ഇവിടെ. ഇത് ഞാൻ റിമൂവ് ചെയ്യാണ്. ഞാൻ എൻ്റെ മെറ്റീരിയൽ ഡോട്ടിനെ ഇമ്പോർട്ട് ചെയ്യാണ്. ഇതൊന്ന് അനലൈസ് ചെയ്യുന്നുള്ളൂ. ഇമ്പോർട്ട് വെയിറ്റ് എ സെക്കൻഡ്. ഓക്കെ നമ്മളിവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന കാര്യം നമുക്ക് വിഷ്വലി അല്ലെങ്കിൽ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന നമുക്ക് കാണാൻ കഴിയും. ഓക്കെ ഐ തിങ്ക് അനലൈസിങ് ഈസ് ഓവർ. ദെൻ ഇവിടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഐ എം ഗോയിങ് ടു import വ്യൂസിൽ സം പേജസ്. Okay, and I want to create a stateful or stateless widget. Let me create a stateless widget here. And ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്, സം പേജ് എന്ന് കൊടുത്തു. ഇവിടെ കണ്ടില്ലേ, ആൻഡ് ഇവിടെ നോക്കുക, സം പേജ് എക്സ്റ്റെൻസ് ഫ്രം സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ്. ഇത് ഞാൻ മാനുവലി എഴുതുകയെന്ന് വിചാരിക്കുക. ക്ലാസ് നമ്മളിത് ഓട്ടോ കോഡ് ജനറേറ്റ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവാത്തതാണ്. എക്സ്റ്റെൻസ് ഫ്രം ഇറ്റ്സ് ആക്ച്വലി സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ്. ഓക്കെ നൗ യു ക്യാൻ സീ ആൻ എറർ ഹിയർ. നമ്മൾ VS കോഡിൽ കണ്ട പോലെ ഇവിടെ കണ്ടോ, മിസ്സിംഗ് കോൺക്രീറ്റ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് അബ്സ്ട്രാക്ട് ക്ലാസ് സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ്. ദാറ്റ് മീൻസ് സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ് ഈസ് ആക്ച്വലി ആൻ അബ്സ്ട്രാക്ട് ക്ലാസ്. അബ്സ്ട്രാക്ട് ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്തുണ്ടായിരിക്കും, അതിൽ അബ്സ്ട്രാക്ട് മെത്തേഡ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ഈ സ്റ്റേറ്റ്ലെസ് ക്ലാസ്സിലൊന്ന് പോയി നോക്കുകയാണ്. ദിസ് ഈസ് എ സ്റ്റേറ്റ്ലെസ് ക്ലാസ്, ദിസ് ഈസ് എൻ അബ്സ്ട്രാക്ട് ക്ലാസ് ആൻഡ് ദർ ഈസ് എ അബ്സ്ട്രാക്ട് മെത്തേഡ്. താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കണ്ടു, ആൻഡ് യു ഹാവ് ആൻ അബ്സ്ട്രാക്ട് മെത്തേഡ് ഹിയർ, വിഡ്ജറ്റ് ബിൽഡ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ കണ്ടു, ദർ ഈസ് നോ ഇംപ്ലിമെൻറ്റേഷൻ ഹിയർ, ജസ്റ്റ് എന്ത് ചെയ്തിട്ടുള്ളൂ, ദിസ് ഈസ് എൻ അബ്സ്ട്രാക്ട് മെത്തേഡ്. ഈ അബ്സ്ട്രാക്ട് മെത്തേഡ് എവിടെയെന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അതായത് നിങ്ങൾ ഈ പറയുന്ന പാരൻറ്റ് ക്ലാസ്സിൽ നിന്നും ഇതൊരു അബ്സ്ട്രാക്ട് ക്ലാസ് ആണ്. ഈ അബ്സ്ട്രാക്ട് ക്ലാസ്സിൽ നിന്നും ഒരു ചൈൽഡ് ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. ഈ അബ്സ്ട്രാക്ട് ക്ലാസ്സിനകത്ത് ഓൾറെഡി എന്തുണ്ട്, ദർ ഈസ് ആൻ അബ്സ്ട്രാക്ട് മെത്തേഡ് കോൾഡ് ബിൽഡ്, ബട്ട് യു ഹാവൻറ്റ് ഇംപ്ലിമെൻറ്റഡ് ഹിയർ. ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യു ക്യാൻ കോൾ ദ അറ്റ് ഓവർ റൈഡ് ദാറ്റ് ബിൽഡ് മെത്തേഡ്. ഇവിടെ കണ്ടോ, നൗ യു ഇംപ്ലിമെൻറ്റഡ് ദാറ്റ് ബിൽഡ് മെത്തേഡ്. ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, യു ആർ ആക്ച്വലി ഗോയിങ് ടു റിട്ടേൺ യുവർ ട്രീ. ഓക്കെ ഇതാണ് എന്ത് അബ്സ്ട്രാക്ട് ക്ലാസ് ഇൻ പ്രാക്ടിക്കൽ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു ഫ്ലട്ടർ ഡെവലപ്പറുടെ ഡേ ടു ഡേ ആക്ടിവിറ്റികൾ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതാണ് ഈ സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റും സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റും ഒക്കെ എന്താണ്, അബ്സ്ട്രാക്ട് ക്ലാസ്സസ് ആണ്. ആ അബ്സ്ട്രാക്ട് ക്ലാസ്സിനകത്ത് പല കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, ബേസിക്കലി ഒരു അബ്സ്ട്രാക്ട് മെത്തേഡ് അതിനകത്ത് ഉണ്ടായിരിക്കുക. മൾട്ടിപ്പിൾ അബ്സ്ട്രാക്ട് മെത്തേഡ് ഉണ്ടെങ്കിൽ ആ മൾട്ടിപ്പിൾ അബ്സ്ട്രാക്ട് മെത്തേഡ്സ് നമ്മളിവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ ഒരു അബ്സ്ട്രാക്ട് മെത്തേഡേ ഉള്ളൂ. ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്, വോയിഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു അബ്സ്ട്രാക്ട് മെത്തേഡ് ചുമ്മാ എഴുതിയിടണം. നൗ യു ഹാവ് എറർ ഹിയർ. ഇവിടെ കണ്ടോ, രണ്ട് അബ്സ്ട്രാക്ട് മെത്തേഡ് ഉണ്ട്, അത് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ അബ്സ്ട്രാക്ട് മെത്തേഡ്സ് എത്ര എണ്ണം ഉണ്ടോ അതൊക്കെ മാൻഡേറ്ററി ആയിട്ട് എന്ത് ചെയ്യണം, നമ്മളുടെ ചൈൽഡ് ക്ലാസ്സുകളിൽ എന്ത് ചെയ്തിരിക്കണം, ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കണം. ഓക്കെ ദിസ് ഈസ് ദ ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് ദിസ് ഈസ് ദ ആക്ച്വലി ദിസ് ഈസ് ദ സിഗ്നേച്ചർ ആക്ച്വലി ആൻഡ് ദാറ്റ് ഈസ് എ ഇംപ്ലിമെൻറ്റേഷൻ. ഇവിടെ ജസ്റ്റ് ഒരു സിഗ്നേച്ചർ ഉണ്ടായിരിക്കുള്ളൂ, താഴെ ആയിരിക്കും എന്തുണ്ടായിരിക്കുക, അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ കിടക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഇതാണ് ബേസിക്കലി എന്ത് അബ്സ്ട്രാക്ട് ക്ലാസ്സസ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. ആൻഡ് ഇതിൽ
നമ്മൾ എന്തുകൊണ്ട് നോർമൽ ക്ലാസ്സസ് ഉപയോഗിക്കുന്നില്ല? അതായത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? ഈ പറയുന്നൊരു കാര്യം നോർമൽ ക്ലാസ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? നമുക്ക് എഴുതാൻ കഴിയില്ല. നമ്മൾ എന്ത് ചെയ്യണം? വി വാണ്ട് ടു ഫോഴ്സ് ദ സബ് ക്ലാസ്സസ് ടു ഡിഫൈൻ ദെയർ ഓൺ ബിഹേവിയർ. നമ്മൾ അതിൻ്റെ ബിഹേവിയർ അവിടെ എഴുതാൻ നിർബന്ധിതമായിരിക്കും. ദാറ്റ് മീൻസ് നമ്മൾ ഷേപ്പിൽ നിന്നും ആയിരിക്കും ഷേപ്പ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ റെക്റ്റാങ്കിളിൽ നിന്നും റെക്റ്റാങ്കിൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്താലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? നമുക്ക് ആ രീതിയിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഈ അബ്സ്ട്രാക്ട് ക്ലാസ് എന്ന് പറയുന്നത്. എസ്പെഷ്യലി നമ്മൾ എന്തൊക്കെ എഴുതുമ്പോൾ, അതായത് നമ്മൾ ഈ പറയുന്ന ബ്ലോക്ക് ചെയ്യുമ്പോഴും, അതല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന എന്തായിരിക്കും അതിൻ്റെ സോളിഡ് പ്രിൻസിപ്പിൾസ് കൊണ്ടുവരുമ്പോഴൊക്കെ എന്തായിരിക്കും ദിസ് അബ്സ്ട്രാക്ട് ക്ലാസ്സസും അബ്സ്ട്രാക്ട് ഇംപ്ലിമെൻറ്റേഷനും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ കൺസെപ്റ്റ് എന്താണെന്ന് ബേസിക്കലി ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഓരോന്ന് നമ്മൾ എഴുതുമ്പോൾ നമ്മൾ ഈവൻ ഇവിടെ നമ്മൾ പഠിച്ചതിൻ്റെ തിയറട്ടിക്കൽ പ്രാക്ടിക്കൽ സൈഡിലും ആൻഡ് ലിറ്റിൽ ബിറ്റ് തിയറിയാണ് നമ്മൾ പഠിച്ചത്. ഇൻ പ്രാക്ടിക്കാലിറ്റി ഇവിടെ വരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഓക്കെ ദിസ് ഈസ് എൻ അബ്സ്ട്രാക്ട് ക്ലാസ്. അല്ലെങ്കിൽ നമ്മളൊരു കാര്യം എഴുതുമ്പോൾ അതിനകത്ത് സംതിങ് ഈസ് മിസ്സിങ് ആൻഡ് വാട്ട് ഈസ് ദാറ്റ്. അതായത് ഈ ഒരു വാക്ക് കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു വാക്ക്, ഈ മിസ്സിങ് കോൺക്രീറ്റ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് അബ്സ്ട്രാക്ട് ക്ലാസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് there are some abstract methods we haven't implemented here. അപ്പോൾ മസ്റ്റായിട്ട് എന്ത് ചെയ്തിരിക്കണം? ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കണം. യു കനോട്ട് ക്രിയേറ്റ്, ഇവിടെ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അറിയോ? സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റിൻ്റെ ഒരു ഇൻസ്റ്റൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റിൽ നിന്നും എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചൈൽഡ് ക്ലാസ്സസ് ക്രിയേറ്റ് ചെയ്യാം. ബിക്കോസ് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്തത്? ബിക്കോസ് സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റും സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റും ഒക്കെ എന്താണ്? അബ്സ്ട്രാക്ട് ക്ലാസ്സസ് ആണ്. ഓക്കെ, ആൻഡ് ഈ സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ് ആക്ച്വലി വേറൊരു ക്ലാസ് നിന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വന്നതാണ്. ഇവിടെ കണ്ടോ, ദിസ് ഈസ് എക്സ്റ്റെൻഡഡ് ഫ്രം എ വിഡ്ജറ്റ് ക്ലാസ്. ദിസ് എ ബേസ് ക്ലാസ്. എവറിത്തിങ് ഈസ് വിഡ്ജറ്റ് ഇൻ ഫ്ലട്ടർ എന്ന് പറയും. ദിസ് ഈസ് എ ക്ലാസ്. ഈ ക്ലാസ്സിൽ നിന്നുമാണ് എന്ത് സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റും സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റും ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് ആണ്. ഓക്കെ, ഇതിൽ നിന്നും എക്സ്റ്റെൻഡ് ചെയ്ത് വന്നതാണ് നമ്മളുടെ സം പേജ് എന്ന് പറയുന്ന ക്ലാസ്. ഇതിൻ്റെ പാരൻ്റ് ഇത്, ഇതിൻ്റെ പാരൻ്റ് ഇത്. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക്കലി ഓൾ അബൌട്ട് അവർ അബ്സ്ട്രാക്ട് ക്ലാസ്സസ്. അപ്പോൾ നമ്മൾ ഇൻ റിയാലിറ്റി നമ്മൾ പ്രോഗ്രാം എഴുതുമ്പോൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, ആൻഡ് ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ള കാര്യം, ഐ തിങ്ക് നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്. നമുക്കിവിടെ എന്ത് ചെയ്യാൻ കഴിയില്ല ആക്ച്വലി. നമുക്ക് ഡാർട്ട് ഒരിക്കലും എന്ത് സപ്പോർട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞു. മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് സപ്പോർട്ട് ചെയ്യില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമുക്കൊരു പരിധി വരെ, അല്ലെങ്കിൽ നമുക്ക് അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി നമുക്ക് വേറെ കൺസെപ്റ്റുകളുണ്ട്. ഇൻ്റർഫേസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ട്. അതേപോലെ നിങ്ങൾക്ക് മിക്സിൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ട്, ഡാർട്ട് മിക്സിൻസ്. ആൻഡ് ഈ രണ്ട് കാര്യങ്ങളാണ് നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത്. ഐ തിങ്ക് ഇറ്റ്സ് ബെറ്റർ ടു ഡിസ്കസ് ദാറ്റ് ഇൻ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ.